നമസ്കാരം. മലയാള സിനിമയുടെ ചരിത്ര വഴികളിലേക്ക് സ്വാഗതം. ആൾപെരുമാറ്റമില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളെ പൊതുവെ നമ്മൾ ഭാർഗവി നിലയം എന്നാണ് വിളിക്കുക. ഇത്തരത്തിൽ വീടുകളെ ഭാർഗവി നിലയം എന്ന് വിളിച്ചു തുടങ്ങിയിട്ട് 59 വർഷങ്ങളായി. 1964 മലയാളത്തിലെ ആദ്യത്തെ പ്രേത സിനിമ ഭാർഗവി നിലയം പുറത്തു വന്നതിന് ശേഷമാണ് ഇത്. എ. വിൻസെൻ്റ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം. മലയാള സാഹിത്യത്തിൻ്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥ അതിനെ ആധാരമാക്കി തയ്യാറാക്കിയ സിനിമ. കൊല ചെയ്യപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രേതവും എഴുത്തുകാരനായ നായകനും തമ്മിലുണ്ടാവുന്ന അനുകമ്പാർദ്രമായ അടുപ്പമാണ് സിനിമ. പ്രേതബാധയുള്ള ഒരു വീട്, അവിടെ പുകയുന്ന കണ്ണുകളുള്ള വെളുത്ത സാരി ഉടുക്കുന്ന സുന്ദരിയായൊരു പ്രേതം, അവിടെ താമസത്തിനെത്തുന്ന നായകൻ. അയാൾ തൻ്റെ സർഗാത്മകമായ അന്വേഷണത്തിലൂടെ സ്ത്രീക്ക് സംഭവിച്ചതെന്തെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു. എഴുത്തുകാരനുമായി ചങ്ങാത്തത്തിലെത്തുന്ന പ്രേതം തനിക്ക് സംഭവിച്ചതെന്തെന്ന് ആ യാഥാർത്ഥ്യം ലോകം അറിയുന്നതിന് എഴുത്തുകാരൻ സഹായകമാകും എന്ന് കരുതുന്നു. അയാൾ തൻ്റെ അന്വേഷണത്തിലൂടെ ആ സ്ത്രീ മരിച്ചത്, കൊല്ലപ്പെട്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നു. മലയാളത്തിലെ ആദ്യത്തെ റൊമാൻറ്റിക് ഹൊറർ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഭാർഗവി നിലയം. പിൽക്കാലത്ത് ഒട്ടേറെ അത്തരം സിനിമകൾക്ക് പ്രചോദനമായി. ലിസ, വീണ്ടും ലിസ, അങ്ങനെ നിരവധി ചിത്രങ്ങൾ എന്ന് മാത്രമല്ല ചില പ്രത്യേക മാനറിസങ്ങൾ. പ്രേതങ്ങൾ നിലംതൊടാതെ സഞ്ചരിക്കുന്നത്, ചിലങ്ക കെട്ടി നടക്കുന്നത്, ഏകാന്തതയിലുള്ള ഓരിയിടൽ, ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരികൾ, അങ്ങനെയൊക്കെയുള്ള മാനറിസങ്ങൾ പിൽക്കാലത്ത് അത്തരം സിനിമകളിൽ എത്തിയതിനും ഭാർഗവി നിലയമാണ് കാരണമായത്. അതിനെ പിന്തുടർന്നാണ്, പ്രചോദനമായാണ് അങ്ങനെ ഉണ്ടാകുന്നത്. മധു, പ്രേംനസീർ, വിജയ നിർമ്മല, PJ ആൻ്റണി തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന നടീനടന്മാർ. നാടക രംഗത്ത് സജീവമായിരുന്ന പനങ്ങാട്ട് പത്മനാഭൻ ഈ ചിത്രത്തിൽ അഭിനയിച്ചു. അദ്ദേഹം ഈ ചിത്രത്തിൽ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ പേര് കുതിരവട്ടം പപ്പു എന്നായിരുന്നു. ഈ ചിത്രത്തിൽ അഭിനയിച്ചതോടെ അദ്ദേഹത്തിൻ്റെ പേരും മാറി. കുതിരവട്ടം പപ്പു എന്ന് അദ്ദേഹം പുനർനാമകരണം ചെയ്യപ്പെട്ടു. അത് ചെയ്തത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ആ പുനർനാമകരണം ചെയ്തത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. P. ഭാസ്കരൻ, MS ബാബുരാജൻ ടീമിൻ്റെ മനോഹരമായ 7 ഗാനങ്ങൾ ഈ ചിത്രത്തിൻ്റെ ശക്തിയായിരുന്നു. ഹിന്ദി ഗാനങ്ങളുടെ ചുവട് പിടിച്ച് MS ബാബുരാജ് ഈണമിട്ട വാസന്ത പഞ്ചമി നാളിൽ, താമസമെന്തേ വരുവാൻ തുടങ്ങിയ ഗാനങ്ങളൊക്കെ എക്കാലത്തെയും മലയാളികളുടെ ഇഷ്ടഗീതങ്ങളാണ്. അതുപോലെ തന്നെ അറബിക്കടലൊരു മണവാളൻ, ഏകാന്തതയുടെ അപാരതിരം തുടങ്ങിയ ഗാനങ്ങളൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധേയമായിരുന്നു. പിൽക്കാലത്ത് അടുത്തിടെ ഭാർഗവി നിലയത്തിന് ഒരു റീമേക്ക് ഉണ്ടായി. ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത നീലവെളിച്ചം. മലയാള സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.